പറഞ്ഞു വന്നപ്പോൾ അന്തകാലത്ത് ഞാനും ഈ ഒരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര ആളും ബഹളമൊന്നും ഇല്ലേനി. അപ്പൊ കൂന്തൽ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതിന്റെ വാലും തലയൊക്കെ ഉണ്ടാവില്ല, അതിലേക്ക് മുളക്, ഉപ്പ്, മഞ്ഞൾ ഒക്കെ കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പൊ അതേ പാനിലേക്ക് ഉള്ളി ചെറുതാക്കി എരിഞ്ഞ് ആഡ് ചെയ്യുക. അതിലേക്ക് പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് നല്ലോണം അങ്ങോട്ട് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് തേങ്ങ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അന്ന് ഞാൻ തേങ്ങ ഇട്ടില്ല, ഇന്ന് നിങ്ങൾക്ക് തേങ്ങ ഇടാം. അപ്പൊ ഫില്ലിംഗ് ഒന്ന് കനം കൂടും കേട്ടോ. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ആ കൂന്തൽ പൊരിച്ചുണ്ടല്ലോ ബാക്കി വന്നിട്ടില്ല, അതെല്ലാം കൂടി ചേർത്തിട്ട് ഫില്ലിംഗ് അവിടെ സെറ്റാക്കി വെക്കുക. ഓരോ കൂന്തൽ എടുക്കുക, ഫില്ലിംഗ് നിറയ്ക്കുക, ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ലോക്ക് ചെയ്തിടുക. അപ്പൊ നമ്മളെ പകുതി പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ തന്നെ കാണാൻ നല്ല രസമാണ്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്യാനാണ് പോണത്. ഇഡ്ലി തട്ടിലെ വെള്ളം വെച്ചിട്ട് ആവിയേറ്റ് ഇത് എന്ത് ചെയ്താൽ നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്, അതും ഇപ്പൊ ട്രെൻഡ് ആണല്ലോ. അപ്പൊ നമ്മള് മീനൊക്കെ പൊരിക്കാൻ തേക്കുന്ന പോലെ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂന്തൽ നിറച്ചെന്നോ പൊരിച്ചെന്നോ എന്ത് വേണേലും പറയാം. അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.